ഇതാരൊക്കെയാണ്? സുഖല്ലേ? എത്ര ദിവസം ഞാൻ എല്ലാരും കണ്ടിട്ട്. എടാ ഈ ഡയലോഗ് ഞങ്ങളല്ലേ അങ്ങോട്ട് പറയേണ്ടത്. എന്ത്? ഹലോ സുഖല്ലേ? ഓൾ സെറ്റ്? അളിയാ കിഴങ്ങേ പഴയ പോലെ കിഴങ്ങല്ലേ? തന്നെ പോലെ നീ എന്ത് പോക്കാണ് ഇവിടുന്ന് പോയത്? നിനക്കൊന്ന് വിളിച്ചൂടെ സിദ്ധു? അത് തന്നെ എനിക്കും ചോദിക്കാവുള്ളേ. നിങ്ങൾക്ക് തന്നെ വിളിക്കാമല്ലോ. ചോദിച്ചോട്ടെ അമ്മ ഞാനവിടെ തിരക്കായി പോയി. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് തിരക്ക്? ചുമ്മാ പറയണവൻ. ഒരു പോക്കങ്ങ് പോയാൽ പിന്നെ ഒരു വിവരം ഉണ്ടാവരുതട്ടാ. ഗൾഫിൽ വെച്ച് ഇവനെങ്ങനെ തന്നെയാണ്. ഇവന്റെ കൂട്ടുകാർക്കൊക്കെ ലീവ് കിട്ടും, ഇവന് മാത്രം ലീവ് കിട്ടും. ഫുഡ് റെഡിയാണ്, വിശക്കുന്നവർക്കൊക്കെ കഴിക്കാൻ വരാം. എനിക്ക് നല്ല വിശപ്പ്, ഞാൻ പോയി കഴിക്കാം. പൊന്നു വന്നി അളയാ വാളിയാ നമ്മുടെ സിദ്ധു സീതേ, സീതേ. ആടാ എല്ലാരും കൂടി അടുക്കളയിൽ എന്താ പരിപാടി? മോനെ ഊട്ടിക്കായിരിക്കും. പിന്നെ അതല്ലേ അവിടെ പണി. കൊച്ചു ഭക്ഷണം കഴിച്ചായിരുന്നോ? അതെ, അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അയ്യോ നിന്റെ മോന്റെ കാര്യമല്ല, അവന്റെ കൊച്ചു ഭക്ഷണം കഴിച്ചായിരുന്നു. ആ കാന്താരിയാ, അവക്ക് ഒരു ഭക്ഷണവും വേണ്ട, നല്ല തല്ലാ കൊടുക്കേണ്ടത്. അവക്ക് ഐസ്ക്രീം മതി കേട്ടാ. ഞാൻ പോയി മേടിച്ചിട്ട് വരട്ടെ ഐസ്ക്രീം. നിങ്ങളിത് എവിടെയാ പോണത്? കൊച്ചു 4 വറ്റ് കഴിക്കട്ടെ, ഉടനെ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോണു. കൊച്ചു എന്ത് ചോദിച്ചാലും ഉടനെ പാക്കറ്റ് ഫുഡും ഐസ്ക്രീമും എല്ലാം ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തോ. ഓ സിദ്ധു തീടാ അടുക്കളയില് കഴിച്ചു കഴിഞ്ഞു. കഴിഞ്ഞാ? ഓ എന്നാ അവനിങ്ങോട്ട് വിളിച്ചിട്ടോ. അവനിങ്ങ് വിളിച്ചിട്ട് വാ. നോക്കി നിക്കാണ്ട് ചെല്ലു ചേച്ചു. അവനോട് ഒരുപാട് ചൂടായിട്ടൊന്നും സംസാരിക്കരുത് കേട്ടോ. എല്ലാവരും മയത്തിന് വേണം. ഞാനേ അവന്റെ അച്ഛനാണ്, അപ്പൊ എനിക്ക് അവനോട് ചൂടാവാം, സംസാരിക്കാം. എന്നാലും എല്ലാത്തിനും ഒരു മയം വേണ്ടേ? തീരെ വേണ്ട, എനിക്കറിയാം എങ്ങനെ വേണമെന്ന്. നമ്മ വേണ്ട വേണ്ടാന്ന് കരുതുമ്പോ മറ്റേ വേഷം കെട്ട് ഇത്തിരി കൂടുതലാണ്. ഇന്ന് വരട്ടെ. അമ്മക്ക് എന്തോ പറയാനുണ്ട്, പറ. പറഞ്ഞോണ്ടല്ലോ, നിങ്ങൾക്കല്ലേ എന്തോ കൊച്ചിനോട് പറഞ്ഞോണ്ടെന്ന് പറഞ്ഞത്. നീ പറഞ്ഞാ മതി, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ എന്താ പറയാനോ? പറഞ്ഞാ മതിന്ന്. ഞാൻ പറഞ്ഞാലേ എന്റെ കയ്യിൽ നിൽക്കൂല. തുടങ്ങിയെങ്കിലും വെക്കും. എന്തിനാ വിളിപ്പിച്ചേ? അയ്യോ നിന്നെ ഒന്ന് അടിപൊളി കാണാൻ. അയ്യോ ഇത് പ്രത്യേകിച്ച് കാണാമെന്നൊരു കുഴപ്പമെന്ന് വെച്ചോ. സംഭവം കുറച്ച് മെലിഞ്ഞു പോയി കേട്ടാ. അടേ പറഞ്ഞല്ലേ അവിടെ കണ്ട് കഴിക്കാനൊന്നും കിട്ടിയില്ലയോ? എന്ത് പറയാനാടാ, മംഗലാപുരത്ത് മൊത്തം ഓട്ടോ വലിച്ചിലായിരുന്നേ. ഓട്ടോ ആ കൊച്ചിനെ കൊണ്ട് നീ ഇവിടെ നിന്ന് ഓട്ടോ ഓടിയിട്ട് എത്ര നാളാണ് അങ്ങോട്ട് പോയിട്ട്? ഞങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര ദിവസങ്ങളായെന്നറിയോ? നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയോ? മിക്കവാറും നിങ്ങളിവിടെ വന്നു അറിഞ്ഞോണ്ടായിരിക്കും അളയൻ ഇങ്ങോട്ട് വരുന്നത്, അല്ലേ അളിയാ? അങ്ങനല്ല അളിയാ, എന്ത് ഓർത്താണോ പറഞ്ഞത്? എന്റെ അച്ഛനമ്മ ഇവിടെ വന്നതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ നിനക്ക് നിന്റെ ഭാര്യയെ കാണണ്ടേ? അച്ഛനും അമ്മയോട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. അയ്യ മയങ്ങല്ലേ നിന്നെ? കാര്യം ചോദിച്ചപ്പോ നിന്ന് ചിരിക്കണം. അയ്യോ അല്ലടാ, അച്ചാച്ചി അച്ഛയെ കൂടി കളിച്ചതല്ലേ അല്ലടാ? അല്ല. എന്തു അച്ഛാ, ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ കിടന്ന് ബഹളം വെക്കണേ? എന്നാലും ഞാൻ ആലോചിക്കുന്ന ഈ കുഞ്ഞ് ലച്ചുവിനെ കാണാതെ ഇത്രയും ദിവസം എങ്ങനെ നിന്നെന്നാ. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അമ്മയെ കാണാതെ ഈ കൊച്ചു എങ്ങനെ നിന്നല്ലേ? മഹാ അത്ഭുതം. എവക്ക് അങ്ങനൊന്നുമില്ല, എവൾ ആരെ കാണാതെ വേണമെങ്കിലും നിൽക്കും, അല്ലേടി? ലച്ചു, നിനക്ക് ഇവനോട് ചോദിക്കാനും പറയാനൊന്നുമില്ലേ? അതിനുള്ള സമയം നിങ്ങൾ കൊടുക്കണ്ടേ? അച്ഛാ തെന്നിയെങ്ങാനും വീണ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആശുപത്രി കൊണ്ടുപോണ്ടേ? നിങ്ങൾ എല്ലാരും ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തോന്നത്? പിന്നെ എനിക്ക് ഇവിടെ ആര് വന്നാലും പോയാലും നിന്നാലും നിന്നില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇത്രയും വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ, ആരോടും ഒരു പരാതി കൊണ്ട് വന്നിട്ടില്ലല്ലോ. ഇനി അങ്ങനെയൊക്കെ തന്നെയായിരിക്കും.
1 കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.